പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. നമസ്കാരം. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യെസ്, അങ്ങനെ സൺഡേ എത്തി, സ്വർണ്ണവർഷം എത്തി. ഇനി സ്വർണം സമ്മാനമായി നേടേണ്ട സമയമാണ്. ഈ ഗെയിമിനെ പറ്റി പറയുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്വർണം നേടാവുന്ന ഒരു ഗെയിമാണ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങളൊന്ന് ഇങ്ങോട്ട് വിളിക്കുക, ഈ കാണുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്നോട് പറയുക ഞാൻ തുറന്നു നോക്കുന്നു, സ്വർണ്ണമുണ്ടെങ്കിൽ നിങ്ങൾക്കത് തരുന്നു. പിന്നെ ചെറിയ ചേഞ്ചസ് ഉണ്ട്. അതിൽ ഒന്നെന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഒന്ന് മാറിയിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും, എങ്കിലും ഞാൻ ഒന്ന് പറയാം. 0471-460-3844. ഇതാണ് നമ്പർ. 0471-460-3844 എന്ന നമ്പറിലോട്ട് വിളിക്കുക. പിന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിന് ചേഞ്ച് ഒന്നുമില്ല. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് ശരിക്കും അയക്കാൻ പറ്റും. 8086611443 എന്നതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. പേര്, സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ, ഇത്രയും അയക്കുക. ഇത് പക്ഷേ ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഓപ്പൺ ആക്കാൻ ചാൻസ്. കോൾ ചെയ്യുന്നതാണ് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോൾ ചെയ്യാനും മടിക്കരുത്. പിന്നെ ഇന്നത്തെ ദിവസം ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഓർണമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കിയേ, നല്ല ഭംഗിയില്ലേ? ഈ ഒരു നെക്ലെസ് ആണ് എന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഈ മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ് നോക്കി, നല്ല രസമുണ്ട്. ഇയറിങ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ അതേ ബാങ്കിൾസ് നോക്കി, ആൻറ്റിക് ജ്വല്ലറി ആണ്. ഇത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്നാണ്. അപ്പോൾ സ്വർണ്ണമഹൽ എന്ന് പറയാനുള്ള കാര്യം, അവിടെ അടിപൊളി ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഒരു ഓഫർ എന്ന് പറയുന്നത് സ്വർണ്ണത്തിന് പണിക്കൂലി 50% ഇളവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡയമണ്ടിന് ക്യാരറ്റിന് 12,000 റുപ്പീസ് നിങ്ങൾക്ക് മൈനസ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ പ്ലാറ്റിനത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10%, അതുപോലെ വെഡ്ഡിങ് ആഭരണമാണ് എന്നുണ്ടെങ്കിൽ 2.5% മുതൽ പണിക്കൂലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഓഫേഴ്സ് നടക്കുന്നുണ്ട്. മിസ് ചെയ്യേണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ ഷോയിലോട്ട് കിടക്കാം. പെട്ടെന്ന് തന്നെ വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, 11 മുതൽ 70 വരെയാണ് നമുക്ക് നമ്പേഴ്സ് ഉള്ളത്. ഇതിലൊരു നമ്പറാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് വളരെ ഈസി ആയിട്ട് നിങ്ങളൊരെണ്ണം സെലക്ട് ചെയ്യുക, വിളിച്ച് പറയുക, അത്ര മാത്രമേ ഉള്ളൂ കാര്യം. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്പർ പറയാനും മറക്കരുത്. എന്തായാലും നമ്മുടെ കോളിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഹലോ, നിമേഷ്, തൃശ്ശൂരിൽ നിന്നാണ്. പേരെന്താണ്? നിമേഷ്. ഓക്കെ, നിമേഷ് ഏത് നമ്പറാണ് ചൂസ് ചെയ്തിരിക്കുന്നേ? 46. ഓക്കെ, നിമേഷ് വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ അച്ഛൻ, അമ്മ, വൈഫ്, 2 കുട്ടികൾ. ആഹാ, എന്താ ചെയ്യുന്നത് നിമേഷ്? അബ്രോഡ് വർക്ക് ചെയ്യുന്നത്, ഖത്തറിൽ. ആണോ? ഇപ്പൊ ലീവിന് വന്നാണോ? അതെ, ഓണായിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഓണമൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 46 അല്ലേ പറഞ്ഞ നമ്പർ? ഓക്കെ, ലെറ്റ്സ് സീ. 46ൽ നിമേഷിന് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. അയ്യോ, ഇല്ല കേട്ടോ. നോ പ്രോബ്ലം. അതാണ്, നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ നിമേഷ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലേ. ഓണത്തിന് നാട്ടിലോട്ടൊക്കെ വന്ന് ആ ഒരു ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന അടിപൊളി ടൈമാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ടും വിളിക്കുക, മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഈ ഒരു ഓണം വെക്കേഷൻ വന്നിട്ട് തന്നെ എന്താ പറയുക, സ്വർണ്ണമായിട്ട് തിരിച്ചു പോകാൻ പറ്റട്ടെ. സോ യെസ്, ഇതുപോലെ നിങ്ങൾക്കും വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഈ കാണുന്ന ബോക്സുകളിൽ മൾട്ടിപ്പിൾ നമ്പേഴ്സിൽ ശരിക്കും ഗോൾഡ് ഇരിപ്പുണ്ട്. അപ്പോൾ ഒരാൾക്ക് കിട്ടിയാലും ഇനിയും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. ഈ ഒരു 1 hour നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണം നടത്താവുന്ന ടൈമാണ്. അപ്പോൾ ഇതിലൂടെ മാത്രമല്ല, കോളിലൂടെ മാത്രമല്ല, വാട്സപ്പിലൂടെയും പങ്കെടുക്കാം. 8086611443 എന്ന നമ്പറിലോട്ട് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്ര അയക്കുക. വിളിക്കേണ്ട നമ്പർ അറിയാലോ, 0471-460-3844.
ഓക്കെ, ഒന്നും കൂടെ പറയാം. 0471460384 എന്ന നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഒരു തവണ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഓഫ് കോഴ്സ് ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നതുകൊണ്ട് 1, 2, 3 തവണയൊക്കെ ആകുമ്പോൾ ഉറപ്പായിട്ടും കണക്റ്റ് ആവും. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ വാട്സപ്പിലും അയക്കുക. വാട്സപ്പിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12:45 വരെ മാത്രമേ വാട്സപ്പിൽ നമുക്ക് ടൈമുള്ളൂ. പിന്നെ നിങ്ങൾ അയക്കുമ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഒരാൾ 46 എന്ന് അയച്ചെന്ന് വെച്ചോ, അത് കഴിഞ്ഞിട്ട് 46 ഓപ്പൺ ആയല്ലോ, എനിക്ക് അടുത്ത നമ്പർ അയക്കാം, അത് വർക്കൗട്ട് ആവില്ല. നിങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയച്ചുകൊണ്ടിരുന്ന വർക്കൗട്ട് ആവില്ല. ഒറ്റ തവണ മാത്രമേ വാട്സപ്പിൽ ഒരു എപ്പിസോഡിൽ അയക്കാൻ പറ്റുള്ളൂ. ഒരുപാട് തവണ അയക്കരുത്, വെറുതെ ഡിസ്ക്വാളിഫൈ ആവും. ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ മിസ്സാവുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ചെയ്യരുത്. വിളിക്കാൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വിളിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കണക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്പറും പറയാൻ പറ്റും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 11 to 70 വരെയുള്ളതിൽ ഒരൊറ്റ നമ്പർ മാത്രമേ പോയിട്ടുള്ളൂ. ബാക്കി ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ലക്കി എന്ന് തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവും. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ലക്കി ആയിട്ട് തോന്നുന്ന നമ്പർ മനസ്സിലോട്ട് ധ്യാനിച്ച് അങ്ങ് പറയുക. ഇപ്പോൾ ലക്കി നമ്പർ അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ ബർത്ത്ഡേ ഇന്നത്തെ ദിവസമായിരിക്കാം. ഇന്നത്തെ ദിവസമാണെന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് പറയാം. അല്ല ഇപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ ഡേറ്റ് ഏത് ദിവസമാണെന്നുണ്ടെങ്കിൽ അത് പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ദിവസം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം നടന്ന ദിവസം, നമ്പേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ മനസ്സിൽ. അത് ഏതെങ്കിലുമൊക്കെ പറയാം കേട്ടോ. ചിലപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ആയിരിക്കും സ്വർണ്ണം ഇരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതോ ഒരു നമ്പറിൽ എന്തോ ഉണ്ട് എന്നൊരു തോന്നൽ വരില്ലേ, അങ്ങനെയുള്ള നമ്പർ പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സ്വർണ്ണമാണ് സമ്മാനം, അതാണ് എടുത്തു പറയേണ്ടത്. നമ്മുടെ ഈ ഒരു ഷോവിൻ്റെ പ്രത്യേകത തന്നെ സ്വർണ്ണം സമ്മാനമായി കിട്ടുന്നു എന്നുള്ളതാണ്. കാര്യം ഇപ്പം ഏതെങ്കിലും ഗിഫ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ മേ ബി വിളിക്കുന്ന ആൾക്ക് ആ ഗിഫ്റ്റ് ഇഷ്ടമാവണമെന്നില്ല, അല്ലേ? എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുമ്പോൾ മൊത്തത്തിൽ കൺഫ്യൂഷനാണ്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വേണ്ട. അതുകൊണ്ടാണ് നമ്മുടെ സമ്മാനം ഗോൾഡ് ആക്കിയത്. കാര്യം ഗോൾഡ് ശരിക്കും മണി, ഇപ്പോൾ ക്യാഷാണ് സമ്മാനമാണ് എന്നുണ്ടെങ്കിൽ അതിലും അടിപൊളിയാണ് ഗോൾഡ് എന്ന് പറയുന്നത്. കാര്യം ഇരിക്കും തോറും അതിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു അസറ്റ് തന്നെയാണ്. അപ്പോൾ ആ ചാൻസ് മിസ് ചെയ്യേണ്ട. നമ്മുടെ നമ്പർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്, അതൊന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. 0471460384 ഈ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഇത്രയും നാൾ വേറൊരു നമ്പർ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നമ്പറിലോട്ടൊക്കെ നിങ്ങൾ ചിലപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 0471. ഓക്കെ, അതിനോടൊപ്പം തന്നെ വാട്സപ്പിലും അയക്കാം. വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ അറിയാലോ, 86011443. എന്തായാലും നമുക്ക് വാട്സപ്പിലെ വിന്നേഴ്സിനെ ഒന്ന് കളയാം. കാര്യം ഓക്കെ, നമുക്ക് നോക്കാം. വാട്സപ്പിൽ അയച്ചിരിക്കുന്ന 1-2 പേരെ നോക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മൾ 12:45 എടുക്കാറ്. പക്ഷേ ഇത്തവണ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാണ്. ശിവാത്മിക, പാലക്കാട് നിന്നുള്ള ശിവാത്മിക ഒരു നമ്പർ പറഞ്ഞിട്ടുണ്ട്. ഏത് നമ്പറാണെന്നറിയാമോ? 24 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, 24 ശിവാത്മികയ്ക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. അയ്യോ ഇല്ലല്ലോ ശിവാത്മിക, സാരല്ല കേട്ടോ, വിഷമിക്കണ്ട, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, ഇനി അടുത്ത ആരാണ് വാട്സപ്പിൽ അയച്ചിരിക്കുന്നത്? ലേഖ ജയരാജ് പാലക്കാടിൽ നിന്ന് അയച്ചിട്ടുണ്ട്. 32 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം ലേഖ ചേച്ചി പറഞ്ഞത് കറക്റ്റ് ആണോ, അതിനകത്ത് ഗോൾഡ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കിക്കളയാം. 32 ഗോൾഡ് ഉണ്ടോ ലേഖ ചേച്ചി? നോക്കാം. അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല, വിഷമിക്കേണ്ട. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ആരാണ് എന്ന് നോക്കാം. പുഷ്പാഞ്ജലി പ്രകാശ് ആണ് അയച്ചിരിക്കുന്നത്. പുഷ്പാഞ്ജലി കാലിക്കറ്റിൽ നിന്നാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. നമ്പർ യെസ്, പുഷ്പാഞ്ജലി പ്രകാശ് അയച്ചിരിക്കുന്ന നമ്പർ എത്രയാണെന്ന് അറിയണ്ടേ? നോക്കുന്നു. ഓക്കെ, 15 ആണ് അയച്ചിരിക്കുന്നത്. 15. ഓക്കെ, ലെറ്റ്സ് സി 15 ഗോൾഡ് ഉണ്ടോ ഇനി? ചേച്ചി പുഷ്പാഞ്ജലിയൊക്കെ നടത്തിയിട്ടിരിക്കുകയാണോ? നോക്കാം. 15 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല, അതിലും ഇല്ല കേട്ടോ. സാരമില്ല, 15 ഗോൾഡ് ഇല്ല. അപ്പോൾ ഇതിൽ ഏതിലായിരിക്കും ഗോൾഡ്? സോ കൺഫ്യൂസ്ഡ് അല്ലേ, ഒരു ഐഡിയ ഇല്ല ഇതിലേതിലാണ് എന്ന്. എൻ്റെ ആഗ്രഹം എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ അറിഞ്ഞിട്ട് ഷോ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഞാൻ ഇങ്ങനെ കണ്ണൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചു തരാമായിരുന്നു നിങ്ങൾക്ക് ഏതിലാണ് ഗോൾഡെന്ന്. പക്ഷേ ഒരു ഐഡിയ ഇല്ല. ഞാൻ അതുപോലെയൊക്കെ ചെയ്യും എന്നറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ പ്രൊഡ്യൂസർ പറഞ്ഞു തന്നിട്ടില്ല. സോ നമുക്ക് നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്, ക്യൂരിയസ് ആണ് ഇതിൽ ഏതിലാണ് ഗോൾഡ് ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4 ബോക്സ് നമ്മൾ ഓപ്പൺ ആക്കി, അതിലൊന്നും ഗോൾഡ് ഇല്ല. അപ്പോൾ പക്ഷേ ഓപ്പൺ ആക്കാൻ ഇഷ്ടം പോലെ ഇനിയുണ്ട് ബാക്കി, അതിലെവിടേക്കോ ഗോൾഡ് ഇരിപ്പുണ്ട്. സോ നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് കണ്ടെത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ നിങ്ങൾക്ക് വിളിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. വിളിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്.
ഇപ്പം നമ്മൾ ചില എപ്പിസോഡുകളിൽ വാട്സപ്പിലുള്ളവരെ നേരത്തെ തുറക്കുന്നു എന്നുള്ളത് മാത്രമാണ്. എപ്പോഴും നമ്മൾ ചെയ്യുന്നത് വാട്സപ്പിൽ ഏറ്റവും അവസാനമാണ് വാട്സപ്പ് വിന്നേഴ്സിനെ എടുക്കുന്നത്. കോളിനാണ് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി കോളിനാണ് വിളിക്കേണ്ട നമ്പറൊക്കെ നിങ്ങൾക്ക് അറിയാലോ. 0471460384 എന്ന നമ്പറിലോട്ടാണ് വിളിക്കേണ്ടത്. എനിക്കിപ്പോഴും ഉറപ്പുണ്ട് നിങ്ങളിൽ പല ആൾക്കാരും മറ്റേ നമ്മുടെ ഇത് സ്വർണ്ണവർഷത്തിലേക്കുള്ള നമ്പർ എന്ന് പറഞ്ഞ് സേവ് ചെയ്തിരിക്കുന്ന പഴയ നമ്പർ ആയിരിക്കും. അതിൽ കിടന്ന് വിളിക്കുന്നുണ്ടാവും, പക്ഷെ കിട്ടത്തില്ല. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പുതിയ നമ്പർ സേവ് ചെയ്ത് വെച്ചോളൂ. 0471460384. ഓക്കെ, ഈ നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്ത കോളിലോട്ട് പോയാലോ. ഹലോ, ഹായ്. ഹലോ 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 പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ കായംകുളത്ത് നിന്ന് വിളിക്കായിരുന്നു. കായംകുളത്ത് നിന്ന്. പേരെന്താണ്? വിജയൻ. എന്റെ പേര് സുഭാഷ് എന്നാണ്. സുഭാഷ്. ഓക്കെ, സുഭാഷ് ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഞാനൊരു കാർപ്പൻറ്റർ വർക്കാ. കാർപ്പൻറ്റർ ആണ്. ഓക്കെ ഓക്കെ. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ഫാമിലി? വീട്ടിലെ വൈഫും 2 കുട്ടികളും ഉണ്ട്. ആഹാ, ഇന്ന് വർക്കില്ല അല്ലേ? അതെ അതെ അതെ, ഇന്ന് ലീവാണ്. ഓക്കെ, മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? 2 വലിയ കുട്ടികളാ. വലിയ കുട്ടികളാണ്. പഠിക്കുകയാണോ അതോ ജോലിയാണോ? അല്ലല്ല, +1 +2 ഇങ്ങനെയൊക്കെ പഠിക്കും. +1 +2 പഠിക്കുകയാണ്. ഓക്കെ, എന്തൊക്കെയാണ് പേര് മക്കളെ? അംജിത്തും അഭിജിത്തും. അംജിത്തും അഭിജിത്തും. എല്ലാരും ഉണ്ടോ വീട്ടില്? ഉണ്ട്. ഉണ്ട്. ഓക്കെ, സിനിമയൊക്കെ കണ്ടോ? ഏറ്റവും ലേറ്റസ്റ്റ് ഏത് സിനിമയാണ് കണ്ടത്? സിനിമയോടൊന്നും വലിയ താല്പര്യമില്ല. ഓക്കെ ഓക്കെ. ഇന്ന് സ്വർണ്ണം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് പോവോ? അതെ. ഓക്കെ, ഏതാണ് നമ്പർ ചേട്ടാ? 35. 35 നോക്കാം. നമുക്ക് 35-ല് ഗോൾഡ് ഉണ്ടോ സുഭാഷ് ചേട്ടന് എന്ന് നോക്കാം. ലെറ്റ്സ് സീ. 35 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ടൈം ഉറപ്പായിട്ടും ഗോൾഡ് കിട്ടട്ടെ. താങ്ക്സ് ഫോർ കോളിംഗ് ചേട്ടാ. ടാറ്റാ. അപ്പോൾ ചേട്ടന് സ്വർണ്ണം കിട്ടിയിട്ടില്ല. ചേട്ടൻ വിഷമിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. കാര്യം ചേട്ടൻ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുന്ന ആളാണെന്ന് എനിക്ക് സംസാരിച്ചപ്പോൾ തോന്നി. അപ്പോൾ നിങ്ങളിൽ ആര് വിളിച്ചാലും എനിക്കതേ പറയാവുള്ളൂ, ഇതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത്. ദിസ് ഈസ് ജസ്റ്റ് എ ലക്ക് എന്നുള്ളതാണ്. ഇന്നത്തെ ദിവസം എൻ്റെ കൊള്ളില്ലല്ലോ എന്ന് പോലും ചിന്തിക്കരുത്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ആ ഒരു മൊമെൻറ്റിൽ നമുക്ക് ലക്ക് ഉണ്ടായില്ല, അത്രയേ ഉള്ളൂ. കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി, അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം. സോ യെസ്, ഇപ്പോൾ കുറച്ച് ബോക്സുകൾ ഓപ്പൺ ആക്കി. ഇതിലൊന്നും ഗോൾഡ് ഉണ്ടായിരുന്നില്ല. ബാക്കി ബോക്സുകളിലാണ് ഗോൾഡ് ഉള്ളത്. ഇതിൽ നിന്നാണ് നമുക്കിനി വിന്നറിനെ കിട്ടേണ്ടത്. അപ്പോൾ വിന്നർ ഇപ്പോൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, ഇനിയിപ്പം വിളിക്കണോ വേണ്ടേ, എനിക്കിതൊന്നും കിട്ടില്ലല്ലോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ച് വെറുതെ ഇരിക്കുകയായിരിക്കും. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നിങ്ങളൊന്ന് വിളിച്ച് ട്രൈ ചെയ്ത് നോക്കുക. നമ്പർ മാറിയിട്ടുണ്ട്, അതാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. പഴയ നമ്പറിൽ കിടന്ന് വിളിക്കരുത്. പഴയ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്പറിൽ കിടന്ന് വിളിക്കരുത്. കിട്ടില്ല. 0471460384 4603844 0471 കൂടെ ചേർത്ത് വിളിക്കുക. ഓക്കെ, നമ്മുടെ അടുത്ത കോളിലോട്ട് പോവാം. ഹലോ 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 ഹലോ. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് ദീപു. ദീപു എവിടുന്നാ വിളിക്കുന്നത്? ദീപു എറണാകുളം. എന്താ ചെയ്യുന്നേ? ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. വീട്ടിൽ ആരൊക്കെയുള്ളത്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, വൈഫുണ്ട്. ഓക്കെ, 2 കുട്ടികള്. 2 കുട്ടികളും ഉണ്ട്. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫ് ആണോ? ഇല്ല ഹൗസ് വൈഫ്. ഹൗസ് വൈഫ് ആണ്. കുട്ടികളൊക്കെയോ? കുട്ടികളുണ്ട്. മോൾ ഡിഗ്രി, മോൻ +2. വലിയ കുട്ടികളാണ് അല്ലേ? എല്ലാരും വീട്ടിലുണ്ട് ഇന്ന്? ഇന്ന് എന്താണ് സ്പെഷ്യൽ ഉച്ചയ്ക്ക്? ഹലോ, ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ ഫുഡ്? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? കേട്ടൂടാ, കേൾക്കാൻ പറ്റുന്നില്ല. ദീപു നമ്പർ പറഞ്ഞോളൂ. ദീപു ഫോൺ നമ്പർ അല്ല, എടുക്കാനുള്ള നമ്പർ 31 അല്ലേ? 3131. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ട് അല്ലേ? സോ 31-ൽ നമുക്ക് ഗോൾഡ് ഉണ്ടോ ദീപുനെന്നൊന്ന് നോക്കിക്കളയാം. ഓക്കെ, ലെറ്റ്സ് സീ. 31-ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല, ദീപുവിന് നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഇതുപോലെ തന്നെ വിളിക്കണം, പങ്കെടുക്കണം. സ്വർണ്ണം ഉണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഇന്നത്തെ ആ ഒരു ലക്കും ഒക്കെ എല്ലാം ചേർന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർണം കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങൾ കാണുമ്പോൾ നല്ലതായിട്ട് തോന്നുന്ന ഒരു നമ്പർ ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പർ പറയുക. 11 to 70 വരെ നമുക്ക് നമ്പറുള്ളൂ. അതിൻ്റെ പിന്നിലോട്ടോ മുന്നിലോട്ടോ പോയിട്ട് കാര്യമില്ല. അങ്ങനത്തെ നമ്പേഴ്സ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 11 to 70 വരെയുള്ള നമ്പേഴ്സ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറയാം.
പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ തുറക്കുന്നു, സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ്. വളരെ ഈസി ആയിട്ട് സ്വർണ്ണം നേടാം. സ്വർണ്ണമാണ് ആ ബോക്സിനകത്ത് സമ്മാനമായിട്ട് ഇരിക്കുന്നത്. അത് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എന്നാലും പുതിയതായിട്ട് എപ്പിസോഡ് കാണുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമ്മാനം സ്വർണ്ണമാണ്. ഈ ബോക്സുകളിൽ ഏതോ ഒരു ബോക്സിൽ ഗോൾഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ പരിപാടി. ജസ്റ്റ് ഒന്ന് ഫോൺ വിളിക്കുക, ഒരു നമ്പർ പറയുക, തുറക്കുന്നു, സ്വർണ്ണം ഉണ്ടെങ്കിൽ തരുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലും അയക്കാം. 8086011443 എന്ന നമ്പറിലോട്ടാണ് അയക്കേണ്ടത്. അയക്കുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ ഇത്രയും അയക്കുക. ഒരൊറ്റ തവണ മാത്രമേ അയക്കാവുള്ളൂ. ഇപ്പോൾ ഷോ തുടങ്ങിയപ്പോൾ അയച്ചിട്ട് ഇപ്പോഴും ശില്പ പറഞ്ഞല്ലേ ഒന്നുകൂടെ അയച്ചേക്കാം എന്ന് വിചാരിച്ച് അയക്കരുത്. കാര്യം അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആവും. മൾട്ടിപ്പിൾ ടൈംസ് അയക്കരുത്. പിന്നെ കുറച്ച് മുന്നേ നമ്മൾ തുറന്നു നോക്കിയില്ലേ ചിലർ അയച്ചത്, അവർ എന്നെ വീണ്ടും അയച്ചേക്കാം എന്ന് വിചാരിക്കരുത്. കാര്യമില്ല, അങ്ങനെ വീണ്ടും അയച്ചിട്ട് കാര്യമില്ല. പക്ഷേ നിങ്ങൾക്ക് ഒറ്റ തവണ മാത്രം അയക്കാം. അടുത്ത കോളറിലോട്ട് പോകാം. ഹലോ ഹലോ, ഇതാരാണ്? എന്റെ പേര് ശ്രീകണ്ഠൻ എന്നാണ്. ഓക്കെ, ശ്രീകണ്ഠൻ. എവിടുന്ന് വിളിക്കുന്നു? ഞാൻ മലപ്പുറത്തു നിന്നാണ് വിളിക്കുന്നത്. ആഹാ, വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് വൈഫുണ്ട്, കുഞ്ഞുണ്ട്. വൈഫും കുഞ്ഞുണ്ട്. കുഞ്ഞുവാവയാണോ? കുഞ്ഞുമാവല്ല, 12 വയസ്സായി. 12 വയസ്സായി. ഓക്കെ, എന്താണ് പേര് കുഞ്ഞിന്റെ? അഭിരാം. അഭിരാം. ഓക്കെ, അഭിരാമിനെ എന്താ വീട്ടിൽ വിളിക്കുന്നേ? അച്ചു. അച്ചു അച്ചു അച്ചു. ഓക്കെ, ചേട്ടൻ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നേ? ഞാനൊരു കോൺട്രാക്ടറാണ്. കോൺട്രാക്ടറാണ്. ഓക്കെ, ഇന്നില്ല അല്ലേ? ഇന്ന് പോണ്ട? ഇന്ന് അതെ. ആ, ഓക്കെ. എല്ലാ സൺഡേസും പോണ്ട അല്ലേ? അതെ. ഓക്കെ, ശരി ചേട്ടാ. ഏതാണ് നമ്പർ? 26 അല്ലേ? 2626. ഈ നമ്പർ ചൂസ് ചെയ്യാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, 26 പറയുന്നു, അത്രേ ഉള്ളൂ. കണ്ടു ഉണ്ടെന്ന് തോന്നുന്നു, പറയുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. 26ൽ ഉണ്ടോ ഗോൾഡ് എന്ന്? 26ൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. സന്തോഷം അങ്ങോട്ട് അറിയുന്നില്ലല്ലോ. ചേട്ടാ എക്സ്പെക്ട് ചെയ്തോ കിട്ടുംന്ന്? ഗോൾഡ് കിട്ടുന്ന എക്സ്പെക്ട് ചെയ്തോ? ഇല്ല, ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്തേ ഉള്ളൂ. ചേട്ടൻ സ്വയമാണ് ഈ നമ്പറൊക്കെ ചൂസ് ചെയ്തത്? വീട്ടിലാരും അല്ല? അതെ. അടിപൊളി. ചേട്ടൻ ഇന്നത്തെ ദിവസം വേറെ ലെവലാണ് കേട്ടോ. അടിപൊളി ദിവസമാണ്. കൺഗ്രാറ്റുലേഷൻസ്. വീട്ടിലെല്ലാരും അന്വേഷിച്ചു എന്ന് പറയാ. ഇനിയും ട്രൈ ചെയ്യുക എപ്പോഴും. താങ്ക് യു. ബൈ. ഓക്കെ, അങ്ങനെ നമുക്കൊരു വിന്നറിനെ കിട്ടിയിരിക്കുകയാണ്. ശ്രീകണ്ഠ ചേട്ടനാണ് നമ്മുടെ ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ വിന്നർ ആകാൻ ആഗ്രഹമില്ലേ? അപ്പോൾ വിളിച്ചോളൂ. എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. സ്വർണ്ണവർഷം. ഓക്കെ, നമ്മുടെ സ്വർണ്ണവർഷത്തിൽ ഇതിനോടകം തന്നെ നമുക്കൊരു വിന്നറിനെ കിട്ടിയിട്ടുണ്ട്. ശ്രീകണ്ഠൻ ചേട്ടനാണ് വിന്നർ ആയിരിക്കുന്നത്. ഇനിയും വിന്നേഴ്സിനെ നമുക്ക് വേണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തായാലും അക്കൂട്ടത്തിൽ ഞാൻ ഇന്നിട്ടിരിക്കുന്ന ഈ ആഭരണം ഒന്നും കൂടെ കാണിച്ചു തരാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൻറ്റീക്ക് ഓർണമെന്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഈ ഒരു നെക്ലസും, ഇത് പച്ചക്കല്ലാണ് കേട്ടോ ഈ നെക്ലസിലുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇത് നേരി കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഇയറിംഗ് കണ്ടോ, നല്ല രസമല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഇയറിംഗ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ബാങ്കിൾസ്, ആൻറ്റിക് ബാങ്കിൾസ് ആണ്. ഇതൊക്കെ എവിടെ നിന്നാണ്? ഇതൊക്കെ നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്നുള്ള ഗോൾഡ് ഓർണമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഓഫേഴ്സ് നടക്കുന്നുണ്ട്. അതിലൊരു ഓഫർ എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെ പണിക്കൂലി 50% കുറവാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡയമണ്ട് വാങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
12,000 റുപ്പീസാണ് ക്യാരറ്റിന് നിങ്ങൾക്ക് കുറവ് കിട്ടുന്നത്. പ്ലാറ്റിനമാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ പണിക്കൂലിക്ക് 10% വരെ ഇളവുണ്ട്. അതുപോലെ വെഡിങ് ആഭരണമാണെന്നുണ്ടെങ്കിൽ 2.5% മുതൽ പണിക്കൂലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവിടെ നടക്കുന്ന ഓഫേഴ്സാണ്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത് എന്നൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ യെസ്, ബാക്ക് ടു അവർ ഷോ. നമ്പേഴ്സ് ഒരുപാടുണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഏതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്യുക, എന്നോട് പറയുക. സോ നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ 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 പുതിയ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. താരാണ്? ഇത് കരുനാഗപ്പള്ളി സലീന. സലീന. ഓക്കെ സലീന, ഓക്കെ എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫ് ആണ്. വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് 2 മക്കളുണ്ട്. എന്റെ മോള് കഴിഞ്ഞ പ്രാവശ്യം സന എന്ന് പറയുന്ന ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഓക്കെ, സന അല്ലേ? കഴിഞ്ഞ ആഴ്ചയാണോ? എന്തോ കോൾ അന്ന് കട്ടായി പോയായിരുന്നു. കോൾ അന്ന് കട്ടായി പോയിരുന്നു. ഓക്കെ, എന്തായാലും സാരമില്ല. ഇത്തവണ നമുക്ക് നമ്പർ തുറക്കാം. ഏതാണ് നമ്പർ? ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് ഇല്ല. ഞാൻ നമ്പർ പറയാം, 49. 49. ഓക്കെ, 49 നമ്മൾ ഓപ്പൺ ആക്കിയിട്ടില്ല. ഓക്കെ, നമുക്ക് തുറക്കാം. അതിനു മുന്നേ ചേച്ചി എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, കുഞ്ഞുങ്ങളായിട്ട് ഇവിടെ അടിച്ചുപൊളിച്ച് നടക്കുന്നു. അടിച്ചു പൊളിച്ച് നടക്കുന്നു. ഓക്കെ, 2 പേരല്ലേ ചേച്ചി മക്കള് അല്ലേ? കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ പറഞ്ഞു. 2 പേരല്ലേ മക്കള്? 2 പേരുണ്ട്. മൂത്തത് മോനും ഇളയത് മോളുവാ. ആഹാ, 2 പേരും എത്രാം ക്ലാസ്സിലൊക്കെയാ? മോള് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആള് എന്റെ അടുത്തുണ്ട്. മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് തുറന്നു നോക്കാം അല്ലേ? 39 അല്ലേ ചേച്ചി പറഞ്ഞത്? ഓക്കെ, 39 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. മോള് പറഞ്ഞ നമ്പർ ആണല്ലേ? ഓക്കെ, നോക്കട്ടെ. ഇത്തവണ നമുക്ക് നോക്കിക്കളയാം. ഗോൾഡ് ഉണ്ടോ 39? അയ്യോ ഇല്ല കേട്ടോ ചേച്ചി. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. താങ്ക് യു. മോടെ ഒരു ആഗ്രഹമായിരുന്നു അയാൾക്ക് വിളിക്കണോന്നുള്ളത്. ആണോ? ഇനിയും വിളിക്കണേ. ശരി. ഓക്കെ ചേച്ചി, ബൈ. അതെ. ഓക്കെ, അപ്പോൾ ഇത്തവണ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ കിട്ടിയില്ലെങ്കിലും വിഷമിക്കരുത്. നെക്സ്റ്റ് ടൈം ചിലപ്പോൾ കിട്ടിയെന്ന് വരും. ചിലപ്പോൾ ഒരു 5th ട്രയലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എന്നാലും ഒരു ട്രൈ അല്ലേ, വളരെ ഈസി ആയിട്ട് പങ്കെടുക്കാവുന്നതാണ്, വളരെ ഈസി ആയിട്ട് ട്രൈ ചെയ്യാവുന്നതാണ്. ആ ട്രൈ നിങ്ങൾ ഒഴിവാക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. സോ യെസ്, നമ്മുടെ സ്വർണ്ണമാണ് നമ്മുടെ സമ്മാനം എന്നുള്ള കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ഇതിനകം നമുക്ക് ഒരു വിന്നറിനെ കിട്ടി. 3 ബോക്സുകളെ തുറന്നുള്ളൂ. അതിനകം തന്നെ നമുക്കൊരു വിന്നറിനെ കിട്ടി. ശ്രീകണ്ഠൻ എന്നാണ് വിന്നറിൻ്റെ പേര്, നമ്മുടെ ഫസ്റ്റ് വിന്നർ. ഇനി അങ്ങോട്ട് വിന്നേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കട്ടെ അല്ലേ? നമുക്ക് കാത്തിരിക്കാം. എന്തായാലും വിളിക്കേണ്ട നമ്പർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? പഴയ നമ്പറല്ല, പണ്ടത്തെ നിങ്ങൾ സ്വർണ്ണവർഷം ACV എന്ന് സേവ് ചെയ്ത് വെച്ചേക്കുന്ന നമ്പറല്ല, പുതിയ നമ്പറാണ്. സ്ക്രീനിൽ കാണുന്നുണ്ടാവും. 0471460384 എന്നതാണ് നമ്മുടെ നമ്പർ. എത്രയാണ്? 0471460384. ഈ നമ്പറിലോട്ട് വിളിക്കുക. പിന്നെ അതുപോലെ തന്നെ വാട്സപ്പിൽ അയക്കേണ്ടത് വേറൊരു നമ്പറുണ്ട്, 8080860143 എന്ന നമ്പറിലാണ് വാട്സപ്പിൽ നിങ്ങൾ അയക്കേണ്ടത്. വാട്സപ്പിൽ അയക്കേണ്ടത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ, ഇത്രയുമാണ് നിങ്ങൾ അയക്കേണ്ടത്. അപ്പോൾ ഇത്രയും അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വർണം കിട്ടിയെന്ന് വരും. ഏറ്റവും അവസാനമാണ് നമ്മൾ വാട്സപ്പിലെ വിന്നേഴ്സിനെ നോർമലി നോക്കുന്നത്. പക്ഷേ ചില എപ്പിസോഡുകളിൽ സർപ്രൈസ് ആയിട്ട് ഇടയ്ക്കും നോക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണം. ആ ലാസ്റ്റ് 12:45 ശേഷം നമ്മൾ സോർട്ട് ചെയ്യും, ഇതിൽ വിന്നർ ഉണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ലാസ്റ്റ് അനൗൺസ് ചെയ്യും. അപ്പോൾ അയക്കുക, ഒരു തവണ അയക്കുക കേട്ടോ. ഇത്രയും അയച്ചിട്ട് വെയിറ്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കോൾ ചെയ്യാനും മറക്കരുത്. കോള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ് നിങ്ങൾക്ക് കണക്റ്റ് ആകുന്നതും വിളിക്കാൻ പറയാൻ പറ്റുന്നതും നമ്പർ ചൂസ് ചെയ്യാൻ പറ്റുന്നതും ഒക്കെ. സോ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6 7 ബോക്സാണ് നമ്മൾ തുറന്നത്. അതിലൊരു വിന്നറിനെ കിട്ടി. 7 ബോക്സ് തുറന്നപ്പോൾ തന്നെ ഒരു വിന്നറിനെ കിട്ടി. അടിപൊളി അല്ലേ? അപ്പോൾ ഇനിയും ബോക്സുകൾ ഓപ്പൺ ആക്കാനുണ്ട്. ഇനിയും സ്വർണ്ണം അവിടെ ഇവിടെയൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട്. വിളിക്കുക. സ്വർണ്ണമാണ് സമ്മാനം. പിന്നെ ഓണക്കാലമാണ് അല്ലേ? ഓണത്തിൻ്റെ ആ ഒരു ടൈം ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണത്തിന് കിട്ടുന്ന സ്വർണം എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് വാട്സപ്പിൽ വന്ന കുറച്ച് നമ്പേഴ്സ് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, വൈഷ്ണവ് വസന്ത് 53 അയച്ചിട്ടുണ്ട്. വൈഷ്ണവ് വസന്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. വൈഷ്ണവിന് ഗോൾഡ് ഉണ്ടോ? ഓക്കെ, ലെറ്റ്സ് സീ. 53 അല്ലേ? വൈഷ്ണവ് വസന്ത് 53 നമുക്ക് ഓപ്പൺ ചെയ്യാം. 53 ഗോൾഡ്, അയ്യോ ഇല്ല, സോറി, ഗോൾഡ് ഇല്ല കേട്ടോ. അടുത്തത് ഗ്രീസി ജോർജ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രീസി ജോർജ് 54 ആണ് പറഞ്ഞിരിക്കുന്നത്. എറണാകുളത്തു നിന്നാണ് കേട്ടോ ഗ്രീസി ജോർജ് അയച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം ഗ്രീസി ജോർജിന് ഗോൾഡ് ഉണ്ടോന്ന്. ലെറ്റ്സ് സീ. 54, അയ്യോ ഇല്ല.
53-യും 54-ഉം ബാക്ക് ടു ബാക്ക് അടുത്തടുത്തുള്ളത് നമ്മൾ തുറന്നു, പക്ഷെ രണ്ടിലും ഇല്ല. ഇനി വാട്സപ്പിൽ ഒരാളും കൂടെ നോക്കാം അല്ലേ. ഓക്കെ, അനിൽകുമാർ വഴുതക്കാട് നിന്ന് അനിൽകുമാർ അയച്ചിട്ടുണ്ട്. അനിൽകുമാർ അയച്ചിരിക്കുന്ന ഏറ്റവും ലാസ്റ്റ് നമ്പറാണ് 7070. 70യിൽ ഇനി ഗോൾഡ് ഉണ്ടോ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 70യിൽ ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല, 70യിലും ഗോൾഡില്ല ഗൈസ്. സാരമില്ല, വിഷമിക്കണ്ട, വേറെ ഏതൊക്കെയോ നമ്പേഴ്സിൽ ഗോൾഡ് ഉണ്ട്. അപ്പോൾ ആ നമ്പേഴ്സ് പറയുന്നവർക്ക് അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്നവർക്കൊക്കെയാണ് സമ്മാനം കിട്ടുന്നത്. പിന്നെ ഈ വാട്സപ്പിൻ്റെ പ്രത്യേകത, ഇതുപോലെ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഇടയ്ക്ക് ഓപ്പൺ ചെയ്തുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾക്ക് കിട്ടും. ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ 70 പറഞ്ഞു, 70യിലുണ്ട് എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ അയച്ചിരിക്കുകയാണ്, പക്ഷേ ഒരു കോളർ വിളിച്ച് 70 പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അയാൾക്കായിരിക്കും ആദ്യം കിട്ടുക. കാര്യം ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കി വാട്സപ്പ് വിന്നേഴ്സിനെ എടുക്കുന്നത്, പ്രിഫറൻസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോളിലൂടെ പങ്കെടുക്കാൻ നിങ്ങൾ ഒരു മനസ്സ് വെക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പാളിപ്പോകും. നിങ്ങൾ ഉദ്ദേശിച്ച നമ്പറിൽ ഉണ്ടാവും, പക്ഷേ അത് വാട്സപ്പിലായതുകൊണ്ട് തന്നെ ലാസ്റ്റ് ആയിപ്പോയി, അതുകൊണ്ട് കിട്ടിയില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. ഇതിലില്ല, അതായത് കോളർ തുറക്കാത്ത ബോക്സുകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ വാട്സപ്പിൽ നമുക്ക് വിന്നറായിട്ട് വാട്സപ്പിലൂടെ എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിൽ കുറച്ച് നമ്പേഴ്സ് നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ കാര്യങ്ങൾ ഈസിയായി അല്ലേ. ഇനി ആ ഇല്ലാത്ത ബോക്സുകളൊക്കെ നിങ്ങൾ കുറേ ബോക്സുകൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയുള്ള നമ്പേഴ്സിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി. അതുകൊണ്ട് കുറച്ച് ഈസിയാണ് ഇനി വിളിക്കുന്നവർക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പർ പറയുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ് ഹായ്, പോത്തേ സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? കന്യാമറിയ. എവിടുന്നാ വിളിക്കുന്നേ? ഒന്നുകൂടെ പറയോ. അയ്യോ, ഉറക്കെ പറയോ ബേബി. ഹലോ ഹലോ, എന്താണ് പേരെന്താണ്? അയ്യോ, സ്പെല്ലിംഗ് പറയോ? ഹവ്വാനയ്യ. ഹവ്വാ മറിയം, അടിപൊളി പേരാണല്ലോ. ഹോ, ടഫായി പോയി. ഏതാണ് നമ്പർ മോളെ? 53. എവിടുന്നാ വിളിക്കുന്നേ? 53 നമ്മൾ ഓൾറെഡി ഓപ്പൺ ആക്കിയല്ലോ മോളെ. വേറെ ഏതെങ്കിലും നമ്പർ പറയൂ. 58 അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര ക്ലാസ്സിലാ ഹവ്വാ മറിയം? ഹലോ ഹലോ, എത്ര ക്ലാസ്സിലാ? 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, പാട്ട് പാടുവോ? ഒരു പാട്ട് പാടി തരുമോ? ഓക്കെ, കേക്കട്ടെ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തിരാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു, കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേന്നിറഞ്ഞു, പൂപോലെ നീരിഞ്ഞു, തുള്ളി വിളിച്ചൊരു മോഹമല്ല, കള്ളത്തരങ്ങളെ തുള്ളികളാൽ കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലി മിന്നലായി. മിന്നൽ വേള ഇല്ലേ? അടിപൊളി. ഇത് ഞാൻ പാടുമായിരുന്നു ചിരിക്കായിരുന്നു. ഹലോ, പാടിയിട്ട് ഓടിയോ? ഹലോ ഹലോ, അവിടെ മാറി നിന്ന് ചിരിക്കായിരുന്നോ? എന്തൊരു ചിരിയാ പാട്ടിനിടയിൽ. നാണം വന്നോ? എന്താ? നാണം വന്നിട്ടാണോ ചിരിച്ചത് പാട്ടിനിടയില്? ആ, നാണിക്കണ്ട, നന്നായിട്ട് പാടി കേട്ടോ, അടിപൊളിയായിരുന്നു. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. 58ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, ഹവ്വാ മറിയയ്ക്ക് ഉണ്ടോ ഗോൾഡ് 58? അയ്യോ ഇല്ല കേട്ടോ, സാരമില്ല, വിഷമിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടും കേട്ടോ. ഇനിയും വിളിക്കണേ. ഓക്കെ, ടാറ്റാ. ഓക്കെ, അപ്പോൾ ഹവ്വാ മറിയത്തിന് കിട്ടിയില്ല, വിഷമിക്കരുത്. ഇനിയും ട്രൈ ചെയ്യണം. ഇതുപോലെ നമുക്ക് നല്ല പാട്ടൊക്കെ പാടി തരണം, കൂട്ടത്തിൽ നമ്പറും പറയണം. നെക്സ്റ്റ് ടൈം ചിലപ്പോൾ
ആ ഒരു ടൈം ലക്കി ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയി എന്ന് വരും, സ്വർണം കിട്ടിയെന്ന് വരും. അപ്പോൾ ഒട്ടും തന്നെ വിഷമിക്കരുത്. ഓക്കെ, നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നമ്പേഴ്സ് ഇപ്പോൾ ക്ലോസ് ആയി അല്ലേ. ഇനി കുറച്ച് നമ്പേഴ്സും കൂടെ ഉണ്ട്, കുറച്ചല്ല, ഈക്വലി നമ്പേഴ്സ് ഇപ്പുറത്ത് ഉണ്ട് ഓപ്പൺ ആക്കാൻ. എങ്കിലും കുറച്ചുകൂടി ഈസിയായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈസിയായി. ഒരാൾ മാത്രമേ സ്വർണം ഇതുവരെ നേടിയിട്ടുള്ളൂ. 26 ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ ഗോൾഡ് ഇരുന്നത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ വീണ്ടും വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. അനിത അനിൽ പാപ്പനംകോടിൽ നിന്ന് ഒരു നമ്പർ പറഞ്ഞു, 57 ആണ് പറഞ്ഞിരിക്കുന്നത്. അനിതയ്ക്ക് അപ്പോൾ ഉണ്ടോ, സ്വർണമുണ്ടോ എന്നൊന്ന് നോക്കിക്കളയാം. 57 ലെറ്റ്സ് സീ. ഉണ്ടോ, ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല, ഗോൾഡ് ഇല്ല. സാരമില്ല, വിഷമിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, കീപ് ഓൺ ട്രൈയിങ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സുനീഷ് പട്ടാമ്പിയാണ്. സുനീഷ് 36 ആണ് പറഞ്ഞിരിക്കുന്ന നമ്പർ. ഓക്കെ, സുനീഷ് പറഞ്ഞിരിക്കുന്ന നമ്പറിൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. സുനീഷ് 36 ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ, നോക്കാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് സീ. 36 ഗോൾഡ് ഇല്ല, ഗോൾഡ് ഇല്ല കേട്ടോ, വിഷമിക്കണ്ട, കിട്ടും, നെക്സ്റ്റ് ടൈം കിട്ടും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, സോ വാട്സപ്പിൽ 2 പേരുടെ നമ്മൾ ഓപ്പൺ ആക്കി, ഗോൾഡ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതിനോടൊക്കെ നമ്മൾ കുറച്ച് വാട്സപ്പ് വഴി ഓപ്പൺ ആക്കി കുറേ പേരെ നമ്മളിപ്പോൾ പറഞ്ഞു, പക്ഷേ അവർക്കൊന്നും ഗോൾഡ് അടിച്ചിട്ടില്ല. അപ്പോൾ ഗോൾഡ് നിങ്ങളിൽ ആർക്ക് അടിക്കും എന്നുള്ളത് അറിയില്ല. നിങ്ങൾക്ക് ഇപ്പോഴും ചാൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കുറേ ഓപ്പൺ ആക്കി, ഇനിയും ഓപ്പൺ ആക്കാൻ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഓപ്പൺ ആകാതിരിക്കുന്ന നമ്പറിൽ ഒന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ, ഹായ്, ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഇത് കരുനാഗപ്പള്ളിന്ന് വിളിക്കുവോ? ഷാഹിന. ഷാഹിന. ഓക്കെ, ഷാഹിനയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ഞങ്ങൾ ഒരുപാട് അംഗങ്ങളുള്ള വീടാ. ആഹാ, കേക്കട്ടെ, ആരൊക്കെയാ? ഞാനുണ്ട്, എന്റെ 2 മക്കളുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്, അയാളുടെ 2 മക്കളുണ്ട്, പിന്നെ വാപ്പ ഉണ്ട്, ഉമ്മ ഉണ്ട്. ഓക്കെ, കൂട്ടുകുടുംബമാണ് അല്ലേ? ആ, നല്ല രസമല്ലേ എല്ലാരും കൂടെ? അതെ. മക്കളെ നോക്കാനൊന്നും വലിയ പാടില്ലാന്ന്. ഇല്ലില്ല. മക്കളൊക്കെ എത്രയായി? കേട്ടില്ല. മക്കളൊക്കെ ഇപ്പൊ എത്രയായി? മോൻ +1 പഠിക്കുന്ന, മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ? ഓക്കെ, എന്താണ് പേര് മക്കളുടെ? കേട്ടില്ല. മക്കളുടെ പേരെന്താണ്? മോന്റെ പേര് മുഹമ്മദ് നിഹാനി, മോടെ പേര് ഹവ്വ മറിയം. ഓ, തൊട്ട് മുന്നേ വിളിച്ച ഹവ്വ മറിയത്തിന്റെ അമ്മ അല്ലേ? ഹലോ, ഹവ്വ മറിയത്തിന്റെ അമ്മയാണ്. ആണ്. ഓക്കെ, ഏതാണ് നമ്പർ? 30. 30യിൽ സ്വർണമുണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലേ? ഹവ്വ മറിയം ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല, അതുകൊണ്ട് അമ്മയെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. നോക്കാം നമുക്ക് 30യിൽ ഗോൾഡ് ഉണ്ടോ എന്ന്. ഓക്കെ, ലെറ്റ്സ് സീ. ഗോൾഡ് ഉണ്ടോ? ഗോൾഡ്, അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത് ചേച്ചി. അപ്പോ നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ ഗോൾഡ് കിട്ടിയില്ല, സെക്കൻഡ് ട്രൈ ആണ്. പക്ഷെ ഹവ്വ മറിയം വിളിച്ചില്ല. ഹവ്വ മറിയം ഡീസൻ്റ് ആയിട്ട് അമ്മയെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ യെസ്, നിങ്ങൾക്ക് ഇതുപോലെ വിളിച്ച് ട്രൈ ചെയ്യാം. സ്വർണ്ണമുണ്ട് എന്നുണ്ടെങ്കിൽ നേടാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വാട്സപ്പ് വഴി ലത ആലപ്പുഴയിൽ നിന്ന് അയച്ചിരിക്കുന്ന നമ്പർ ഓപ്പൺ ആക്കാം. 68 ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. 68ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്കറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, ലത ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ നോക്കട്ടെ. ലെറ്റ്സ് സീ. അയ്യോ ഇല്ല, ഗോൾഡ് നെഹി സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല, നമ്മൾ വാട്സപ്പിലൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, സാരമില്ല. ഇന്ന് വിളിച്ചും കൂടെ നോക്കൂ കേട്ടോ ചേച്ചി. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ആലപ്പുഴയിൽ നിന്ന് വാട്സപ്പിൽ ശ്രീരഞ്ജിനി ചേച്ചി അയച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന ശ്രീരഞ്ജിനി ചേച്ചിയാണ് കേട്ടോ. ഓക്കെ, ചേച്ചി പറഞ്ഞിരിക്കുന്നത് 18 ആണ്. 18ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. യെസ്, ഓക്കെ, ലെറ്റ്സ് സീ. നമുക്ക് സ്ഥിരം വിന്നറായിട്ട് കിട്ടുന്ന ചേച്ചിയാണ് ശ്രീരഞ്ജിനി ചേച്ചി. നോക്കാണ് ചേച്ചി, കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 18ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല അല്ലേ, നമുക്കറിയാം, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നതുകൊണ്ട് ചേച്ചിക്ക് അറിയാം ഇതിങ്ങനെയാണ്. ഇടയ്ക്ക് കിട്ടില്ല, ഇടയ്ക്ക് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഒരു വാട്സപ്പിൽ അയച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഗോപികയാണ് അയച്ചിരിക്കുന്നത്. ഗോപിക അയച്ചിരിക്കുന്ന നമ്പർ ഈസ് 44 ആണ്. 44ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. 44 ഉണ്ടാവോ എനിക്കറിയില്ല. ലെറ്റ്സ് സീ.
44-ലുണ്ടോ? അയ്യോ ഇല്ല, 44-ലും ഇല്ല. ഷോ, ഇത് ഇനിയിപ്പോൾ ഇതിൽ ഏതിലായിരിക്കും ഗോൾഡ്? ഒരുപാടുണ്ടല്ലേ ഓപ്പൺ ആക്കാൻ. ഇതിൽ ഏതിലേക്കുമാണ് ഗോൾഡ് ഉള്ളത്? ഒരെണ്ണം നമ്മൾ നേരത്തെ കൊടുത്തു. നെക്സ്റ്റ് ട്രിവാൻഡ്രത്ത് നിന്നുള്ള ആളാണ് ആതിര. ആതിര അയച്ചിരിക്കുന്നത് 19 ആണ്. 19 19 ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിക്കളയാം. ഓക്കെ, ഇന്നത്തെ ദിവസം അടിപൊളിയാണ്. കാര്യം വാട്സപ്പിൽ അയച്ചവർക്ക് ഭയങ്കര സ്പെഷ്യലാണ്. കാര്യം നമ്മൾ പെട്ടെന്ന് തന്നെ തുറക്കുന്നു. ഓക്കെ, 19 ഓപ്പൺ ആക്കുമ്പോൾ ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല കേട്ടോ. സോ യെസ്, നമ്മൾ വാട്സപ്പ് വഴി ഒരുപാട് നമ്പേഴ്സ് ഓപ്പൺ ആക്കി. പക്ഷേ വാട്സപ്പിൽ അത്ര വിന്നർ ആകുന്ന ഒരാളെ നമുക്ക് ഇതുവരെ കിട്ടിയില്ല. ഓക്കെ, നമുക്ക് നോക്കാം. കുറേ നമ്പേഴ്സ് ക്ലോസ് ആയി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയി. ചൂസ് ചെയ്യുമ്പോൾ വൈസായിട്ട് ചൂസ് ചെയ്യുക. വിളിച്ചും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വാട്സപ്പിലൂടെ മാത്രമല്ലാണ്ട് വിളിച്ചും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നടക്കും അല്ലേ. നിങ്ങൾക്ക് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 60s ആ ഒരു ഇതിലാണ് കുറവ് തുറന്നിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് യെല്ലോ, അതായത് 40 to 50 വരെയും കുറവാണ് തുറന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഒരു നമ്പർ ചൂസ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ലക്കി ആയിട്ട് തോന്നുന്ന ഒരു നമ്പർ ചൂസ് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, ഇന്ന് സ്വർണം കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഓണം അങ്ങോട്ട് തുടങ്ങുന്നേ ഉള്ളൂ അല്ലേ. ഓണക്കോടിയൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്ത് വരുന്നേ ഉള്ളൂ. ഓണം വരെ നമുക്ക് സമയമുണ്ട്. ചില ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്രാടം വരെ വെയിറ്റ് ചെയ്യും. ഉത്രാടപ്പാച്ചിൽ എന്ന് കേട്ടിട്ടില്ലേ? ഉത്രാടപ്പാച്ചിലിൻ്റെ അന്നേ ചെന്ന് ഷോപ്പ് ചെയ്യത്തുള്ളൂ. എന്നിട്ട് എങ്ങനെയെങ്കിലും അവർ എത്തിക്കും, പക്ഷേ ഉത്രാടത്തിൻ്റെ അന്ന് ഓടും. അങ്ങനെയാണ് സ്വഭാവം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരും ഉണ്ടാവും. എന്താണെന്നുണ്ടെങ്കിലും ഓണക്കാലത്തിന് കിട്ടുന്ന സമ്മാനമാണ് സ്വർണ്ണമാണ്. ആ സ്വർണ്ണം നിങ്ങൾക്ക് ഏതെങ്കിലും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഇത്തവണ ഓണക്കോടി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സ്വർണ്ണ സമ്മാനമായിട്ട് കൊടുക്കാം. അല്ല, ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സമ്മാനിക്കാനാണെന്നുണ്ടെങ്കിലും സമ്മാനം കിട്ടിയിരിക്കുകയാണ് അല്ലേ. കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി. അല്ല, ഇപ്പോൾ നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ട് വെക്കണം, അല്ലെങ്കിൽ ക്യാഷ് ആക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതെന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗിഫ്റ്റാണ്. നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റാണ്. നിങ്ങൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് വിളിക്കുക. ജസ്റ്റ് ഒന്ന് ഈ നമ്പർ, ഇതിലേതെങ്കിലും ഒരു നമ്പർ ചൂസ് ചെയ്യുക, പറയുക. ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ട് ഞാൻ ഒന്ന് കത്തിയടിക്കും, അത് കാര്യമൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിനോടൊപ്പം തന്നെ വാട്സപ്പിൽ അയക്കാം. നിങ്ങൾക്ക് 2 രീതി പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം, അതിനോടൊപ്പം തന്നെ വാട്സപ്പ് അയക്കാം. വിളിക്കുന്നവർക്ക് വാട്സപ്പ് അയക്കാൻ പറ്റില്ല, വാട്സപ്പ് അയക്കുന്നവർക്ക് വിളിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള റോൾസ് ഒന്നുമില്ല. നിങ്ങൾക്ക് 2ലും അയക്കാം. നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് 2 രീതിയിലും പരീക്ഷിക്കാനുള്ള ഒരു ചാൻസ് ആണ്. പിന്നെ ഒരു വീട്ടിൽ എത്ര ഫോണുണ്ടല്ലേ, 4-5 ഫോണുണ്ടല്ലോ. ഇതൊക്കെ വെച്ച് നിങ്ങൾ വിളിക്കുക. അതായത് നിങ്ങളുടെ അമ്മയെ കൊണ്ട് വിളിപ്പിക്കാം. നേരത്തെ നമ്മുടെ ഹവ മറിയ ചെയ്ത പോലെ സ്മാർട്ടായിട്ട് അല്ലേ, വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിന് മാറി വിളിക്കാം. ഒരു പ്രശ്നമില്ല. വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സ്വർണം നേടുക. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ചില്ലായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സൺഡേ ഒന്ന് ഇങ്ങനെ പതുക്കെ സുഖമായിട്ട് ഇരുന്ന് TV ഒക്കെ കണ്ടിരിക്കുന്ന സമയമാണ്. ഒന്ന് വിളിക്കുക, ആ സമയത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹായ്. ഹലോ 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 പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുക. ആലപ്പുഴയിൽ നിന്ന് വിളിക്കുകയാണ്. പേരെന്താണ് ചേട്ടാ? പേര് ജയറാം എന്നാ. ജയറാം. ഓക്കെ ജയറാം ചേട്ടൻ എന്താ ചെയ്യുന്നേ? ഞാനൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു. ഷോപ്പിൽ വർക്ക് ചെയ്യാണ്. ഇന്ന് അവധിയാണല്ലേ? അതെ, ഞായറാഴ്ച പോയില്ല. വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടന്റെ? വീട്ടിലും വൈഫും 2 കൊച്ചുകുട്ടികളും. കൊച്ചുകുട്ടികളൊക്കെ എത്രയായി? അവർക്ക് ഒരാളിന് 5 വയസ്സ്, ഒരാളിന് 2 വയസ്സ്. 2 വയസ്സ്. എന്തൊക്കെയാ പേര്? അഖിലും ആനന്ദും. അഖിലും ആനന്ദും. ഓക്കെ, 5 വയസ്സും 2 വയസ്സും അല്ലേ? അതെ. കുസൃതി ആയിരിക്കുമല്ലോ രണ്ടുപേരും കൂടെ. 5 വയസ്സുകാരൻ 2 വയസ്സുകാരനെ ഉപദ്രവിക്കോ അതോ 2 വയസ്സുകാരൻ 5 വയസ്സുകാരനെ ഉപദ്രവിക്കോ? രണ്ടും കണക്കാണത്. ഈക്വലി ഫൈറ്റിംഗ് ആണെന്നല്ലേ? ഓക്കെ, വൈഫിന്റെ പേരെന്താണ്? വൈഫിന്റെ പേര് യാമിനി. ഓക്കെ. ഏതാണ് നമ്പർ ചേട്ടാ സെലക്ട് ചെയ്തിരിക്കുന്നത്? 41. ഓക്കെ, ലെറ്റ്സ് സീ. 41-ല് ജയറാം ചേട്ടന് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കിക്കളയാം. 41 ഗോൾഡ് ഉണ്ടോ? തുറക്കാണ് ഞാൻ. നെഹി സോറി എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ കേട്ടോ, സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, ബൈ. ഓക്കെ, ചേട്ടൻ ഭയങ്കര ചില്ലാണ്. ചേട്ടൻ ചിരിച്ചുകൊണ്ട് തന്നെയാണ് വെച്ചത്. അപ്പോൾ ഒരു വിഷമമില്ല. അപ്പോൾ നെക്സ്റ്റ് ടൈം വിളിക്കുക, ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. കീപ്പ് ഓൺ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വാട്സപ്പിലും അയക്കാൻ മറക്കരുത് ചേട്ടാ. ഉറപ്പായിട്ടും
വാട്സപ്പിലും അയക്കുക. ഇപ്പോൾ ഇതിനോടകം നമ്മൾ ഒരുപാട് ക്ലോസ് ചെയ്തല്ലേ, ഇനി കുറച്ച് നമ്പേഴ്സേ ഉള്ളൂ അല്ലേ? എനിക്കൊന്ന് ക്ലോസ് ചെയ്തത് കൂടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്, എനിക്കറിയില്ല. ചിലപ്പോൾ മേ ബി നമ്പേഴ്സ് ആയിരിക്കും കൂടുതൽ, എങ്കിലും നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇതിലേതൊക്കെ ഓപ്പൺ ആക്കാൻ നല്ലതായിരിക്കും എന്നൊക്കെ ഒരു തോന്നലൊക്കെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഇനിയാണ് ശരിക്കും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത്, ഇനിയാണ് വിളിക്കേണ്ടത്, ഇനിയാണ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളത്. സോ ഇതിലേതിലായിരിക്കും ഉള്ളത് അല്ലേ? 11, 12, 13, 14, 16, 17, 20 ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ 20 to 30 വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 24 പോയി, 26 പോയി, 30 പോയി. അതിൽ 26 ഗോൾഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ 31 തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും കുറേ ബോക്സസ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്തായാലും നമ്മുടെ നെക്സ്റ്റ് കോളിലോട്ട് പോകാം. ഹലോ 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 പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? നിഹാൻ. എവിടെ നിന്നാണ് വിളിക്കുന്നേ? കരുനാഗപ്പള്ളി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താ ചെയ്യുന്നത് നിഹാൻ? ഞാൻ +1 പഠിക്കുന്നു. +1 പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞോ? ഇല്ല, ഓണം കഴിഞ്ഞിട്ടാ പരീക്ഷ. ഓണം കഴിഞ്ഞിട്ടാണോ നിങ്ങൾക്ക് പരീക്ഷ? സെമസ്റ്റർ ആണോ? സെമസ്റ്റർ ആയിട്ടാണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അവധി സ്റ്റാർട്ട് ചെയ്തോ? ഇല്ലല്ലോ. ഓണം വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, യെസ്. എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? കുഴപ്പമില്ല. സയൻസ് ആണോ? സയൻസ് ആണ്. ഒരുപാടുണ്ടോ? ട്യൂഷനൊക്കെ ഉണ്ടോ? എത്ര മണിക്കാ ട്യൂഷൻ? രാവിലെ 5 മണിക്ക് പോണം. ഓഹോ, ടയർഡായോ? ഓടി. കുഴപ്പമില്ല, ശീലമായി. പണ്ടേ ഉണ്ടോ ട്യൂഷനൊക്കെ? ഹലോ നിഹാന് സംസാരിക്കാൻ വയ്യല്ലേ? വയ്യ. ഓക്കെ, ഏതാണ് നമ്പർ? 23. 23 അല്ലേ? 23. ഓക്കെ, 23 നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. നിഹാൻ പറഞ്ഞ നമ്പർ 23 ആണ്. ഗോൾഡ് ഉണ്ടോ എന്ന് മാത്രം നിഹാൻ അറിഞ്ഞാൽ മതി. നമ്മൾ ഓപ്പൺ ആക്കാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് സീ. അയ്യോ, ഇല്ല, സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നിഹാൻ ബൈ. നിഹാൻ അതിന് മുന്നേ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. സംസാരിക്കാനേ വയ്യ നിഹാൻ. എന്തായാലും 23 നമ്പർ പറഞ്ഞിട്ടുണ്ട്, ഓപ്പൺ ആക്കി പക്ഷേ കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. നെക്സ്റ്റ് ടൈം വിളിക്കുമ്പോൾ നന്നായി സംസാരിക്കുകയും വേണം. എന്തായാലും നമുക്കൊരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. എന്തായാലും പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിൽ നമ്മുടെ നെക്സ്റ്റ് കോളർ റെഡിയാണ്. നമുക്ക് കോളറിലോട്ട് പോവാം. ഹലോ ഹായ്, ഇതാരാണ്? ഞാൻ നേരത്തെ വിളിച്ചായിരുന്നു, സെലീന. ഓക്കെ, സെലീന, ഇത്തവണ കിട്ടുമോ നമുക്ക് സ്വർണം? സെലീനക്ക് ഇത്തവണ കിട്ടുമോ സ്വർണം? അതറിയത്തില്ല, വെറുതെ മൂക്കൊരാഗ്രഹം വീണ്ടും പറഞ്ഞിരിക്കണായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. 3ാമത്തെ കോളാണ് അല്ലേ? ശരിക്കും ഒന്ന് മോള് വിളിച്ചു, പിന്നെ 2ാമത്തെ സെലീന ഹവ മറിയത്തിന്റെ അമ്മയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. ഏതാണ് നമ്പർ? ഹലോ, ഏതാണ് നമ്പർ? 27. 27 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നോക്കട്ടെ. 27 ഗോൾഡ് ഉണ്ടോ? സോ 26 നേരത്തെ ഗോൾഡ് ഉണ്ടായിരുന്നു. 27 ഇനി ഉണ്ടോ നമുക്ക് അറിയില്ല, നോക്കിക്കളയാ. ഇവിടെ കറണ്ട് ഇല്ല ഞങ്ങൾക്ക് നോക്കാൻ. ഏത് ബോക്സ് ഒക്കെ ഉണ്ടെന്നോ? അയ്യോ, ഇല്ല കേട്ടോ, 27 ഇല്ല. സോറി എന്നാണ് എഴുതിയിരിക്കുന്നത്. സാരമില്ല, ദിസ് ടൈം നമുക്ക് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, ബൈ. സോ ട്രൈ ചെയ്തു, പക്ഷെ കിട്ടിയില്ല.
എന്തോ ഈ മൊമെന്റ്സ് അത്ര ലക്കി അല്ലായിരുന്നു എന്ന് തോന്നുന്നു. സാരമില്ല, വിഷമിക്കേണ്ട, ലക്കി മൊമെന്റ്സ് വരും. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഗോൾഡാണ് നമ്മുടെ സമ്മാനം. അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്ന ഈ ഗോൾഡ് ഓർണമെന്റ്സ് ഒന്ന് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. നെക്ലസ് അടിപൊളി പച്ചക്കല്ല് വെച്ച അടിപൊളി ആൻറ്റീക് നെക്ലസ് ആണ് ഇട്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈനൊക്കെ. അതുപോലെ തന്നെ ഇയറിങ്, ഇതേ പച്ചക്കല്ല് ഇങ്ങനെ വെച്ച്, പച്ചക്കല്ലാണ് അതിൽ ശരിക്കും നന്നായി കാണാൻ പറ്റുന്നത് അല്ലേ, നല്ല രസമുണ്ട്. സ്വർണ്ണത്തിനേക്കാൾ പച്ചക്കല്ല് ഇങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ദേ ബാംഗിൾസ്, നല്ല ആൻറ്റിക് ബാംഗിൾസ് ആണ്, പച്ചക്കല്ല് അതുപോലെ പിങ്ക് കളർ സ്റ്റോൺസ് ഇതൊക്കെ വെച്ചിട്ടുള്ളതാണ്. സെയിം മോഡൽ തന്നെയാണ് ഇതും. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ്? നമ്മുടെ സ്വർണ്ണമഹലിൽ നിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് പറയാനുള്ള കാര്യം, നമ്മുടെ സ്വർണ്ണമഹലിൽ അടിപൊളി ഓഫേഴ്സൊക്കെ നടക്കുന്നുണ്ട്. അതിലൊരു ഓഫറാണ് സ്വർണ്ണത്തിന് നിങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഡയമണ്ടിന് ക്യാരറ്റിന് 12,000 റുപ്പീസാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ഒപ്പം പ്ലാറ്റിനത്തിന് 10% ഡിസ്കൗണ്ട് വരുന്നുണ്ട് പണിക്കൂലിയിൽ. പിന്നെ വെഡ്ഡിങ് ആഭരണമാണെന്നുണ്ടെങ്കിൽ 2.5% മുതൽ പണിക്കൂലി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓഫർ നടക്കുകയാണ് നമ്മുടെ സ്വർണ്ണമഹലിൽ. സോ മിസ് ചെയ്യരുത്. സോ യെസ്, ബാക്ക് ടു അവർ ഷോ. നിങ്ങൾക്ക് വിളിക്കാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, വാട്സപ്പിൽ അയക്കാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ചാൻസസ് നിങ്ങൾക്കുണ്ട്. വാട്സപ്പിലും അയക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 8086011443 എന്നുള്ളതാണ് നമ്പർ. പിന്നെ വാട്സപ്പിൻ്റെ ടൈം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അയക്കുക. പിന്നെ ടൈം കഴിഞ്ഞിട്ട് അയച്ചിട്ട് കാര്യമില്ലല്ലോ. ഓ യെസ്, ടൈം കഴിഞ്ഞു. സോ ടൈം കഴിഞ്ഞു. അപ്പോൾ ഇനി അയക്കേണ്ട, വാട്സപ്പിൽ അയക്കേണ്ട. നിങ്ങളുടെ ഇനി ഇതുവരെ അയച്ചവരിൽ നിന്ന് സോർട്ട് ചെയ്തിട്ടാണ് വാട്സപ്പിൽ വിന്നർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടുന്നത്. ഇനി നിങ്ങൾക്ക് കോളിലൂടെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പെട്ടെന്ന് തന്നെ വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. കോളിൻ്റെ ടൈമും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വർണ്ണമാണ് സമ്മാനം. സ്വർണ്ണം ഇപ്പം നമ്മൾ വാങ്ങണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ടഫായിട്ടുള്ള മൊമെൻറ്റ്സിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാശിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ സമ്മാനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും പങ്കെടുക്കുക, സമ്മാനം നേടുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടും വെക്കാം കേട്ടോ. ഈ ലവ് യുവർ സെൽഫ് എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾക്കും അത് കീപ്പ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. ഏറ്റവും കൂടുതൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കേണ്ട ഒന്നാണ് ലവ് യുവർ സെൽഫ് അല്ലേ. നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുക എന്നുള്ള പരിപാടി. അത് ചെയ്താൽ മാത്രമേ നമുക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂ. ഹാപ്പിനെസ് ആണല്ലോ വേണ്ടത് അല്ലേ. അതിന് ഒരു പടി മുകളിൽ സ്ഥാനം കൊടുക്കുക. ബാക്കിയെല്ലാം വേണം, പക്ഷേ ഈ നമ്മളെ ഇഷ്ടപ്പെടുന്ന കാര്യം നമ്മൾ കുറച്ച് മുകളിൽ വെക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ പാർട്ടായിട്ടാണ് സ്വർണ്ണവർഷത്തിൽ ഞാൻ വിളിക്കാൻ പറയുന്നത്. കാര്യം ഇതിൽ സമ്മാനം ഓടിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾക്കാണ് സമ്മാനം കിട്ടുന്നത്. നമ്മുടെ അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? രതീഷ് എന്നാണ് പേര്. രതീഷ്, എവിടെന്നാ വിളിക്കുന്നേ? നെയ്യാറ്റിങ്കര. എന്താ ചെയ്യുന്നത് ചേട്ടാ? ടെക്നോ പാർക്കിലാണ്. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാണ്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് വൈഫും 2 കുട്ടികളുണ്ട്. 2 കുട്ടികളും ഉണ്ട്. ഓക്കെ ചേട്ടാ, ഏതാണ് നമ്പർ? ഞാൻ 36. 36 അല്ലേ? 36 ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു നമ്മൾ. ഇല്ലായിരുന്നു, ഓൾറെഡി ഓപ്പൺ ആയ നമ്പറാണ്. വേറെ നമ്പർ പറയാം. 33. ഓക്കെ, 33 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓപ്പൺ ആക്കിയിട്ടില്ല, ഓപ്പൺ ആക്കാൻ പോവാണ്. 33, ലെറ്റ്സ് സീ. 33 ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല, താങ്ക് യു, ബൈ. സോ ഗോൾഡ് കിട്ടിയിട്ടില്ല. 33 ഗോൾഡ് ഇല്ലായിരുന്നു. സോ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26 ഗോൾഡ് ഉണ്ടായിരുന്നത്. ഇനിയും എവിടെയൊക്കെയുണ്ട് നിങ്ങളത് കണ്ടുപിടിക്കണം. പെട്ടെന്ന് തന്നെ വിളിക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ വാട്സപ്പിൻ്റെ ടൈം കഴിഞ്ഞു, അതിൽ അയക്കാൻ നിൽക്കണ്ട. നമ്മൾ വാട്സപ്പിൽ വിന്നേഴ്സ് ഉണ്ടോ എന്നിങ്ങനെ സോർട്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് വിളിക്കാന്നുള്ളതാണ്. വിളിക്കാന്നുള്ളതാണ് പെട്ടെന്ന് നടക്കുന്നത്. വിളിക്കുന്നു, തുറക്കുന്നു, നമ്പർ പറയുന്നു, തുറക്കുന്നു, ഗോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നു. വളരെ ഈസിയാണ്. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സൺഡേ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓഫറാണ് സ്വർണ്ണവർഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. എല്ലാ സൺഡേസും ഇതുപോലെ ഞങ്ങൾ വരാറുണ്ട്. അപ്പോൾ അടുത്ത സൺഡേ ഇനി വിളിക്കാമെന്ന് വിചാരിക്കുന്നതിന് വരും ഈ സൺഡേയിലും കൂടെ ഒന്ന് ലക്ക് പരീക്ഷിക്കാം. ചിലപ്പോൾ ഒരു തവണ വിളിച്ചാൽ കണക്റ്റ് ആകണമെന്നില്ല, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ടൈംസ് വിളിക്കാം. സമ്മാനം സ്വർണ്ണമാണ്. ഓക്കെ, ഇതിൽ നോക്കുമ്പോൾ കുറേ ക്ലോസ് ആയില്ലേ, കുറേ നമ്പേഴ്സ് ക്ലോസ് ആയി. അതിലും ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ക്ലോസ് ആകാത്തത് ഒരു 60 to 70 2 നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ പിന്നെ കൂടുതൽ നമ്പേഴ്സ് ഉള്ളത് എനിക്ക് തോന്നുന്നു 40s അതുപോലെ 50s 11 തൊട്ട് 20 വരെയിലും ഒക്കെ അത്യാവശ്യം നമ്പേഴ്സ് ഉണ്ട്. 20s 30s ഒക്കെ പിന്നെയും കുറവാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക കേട്ടോ. വയസ്സായിട്ട് ചൂസ് ചെയ്യുക. വയസ്സായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ
സ്വർണം സമ്മാനമായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ ആലോചിക്കുന്നുണ്ട് എങ്ങനെ ഈ വോയിസ് ആയിട്ട് ചൂസ് ചെയ്യുന്നു, അതെനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് മാത്രമേ വഴിയുള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിൽ വേറെ ഗെയിമിന് പ്രത്യേകിച്ച് തല പൊഴിക്കേണ്ട കാര്യമോ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ഗെയിം, അല്ലേ? ഫിസിക്കലി ഓടി കഷ്ടപ്പെടണം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഒരു നമ്പർ ചൂസ് ചെയ്യുക. ഒരുപാട് അങ്ങനത്തെ ഗെയിംസ് ഉണ്ട്. പക്ഷെ നമ്മുടെ ഗെയിം ഇത്ര സിമ്പിളാക്കിയത് നിങ്ങൾക്ക് സിമ്പിളായിരിക്കണം, അതുകൊണ്ടാണ്. നമ്മൾ ടഫാക്കില്ല, നിങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കാതെ തന്നെ നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ പറ്റും. പിന്നെ മൾട്ടിപ്പിൾ ടൈംസ് ട്രൈ ചെയ്യുക. ചിലപ്പോൾ കണക്ഷൻ ഇഷ്യൂസ് വരും, ഒരുപാട് പേര് വിളിക്കുന്നതല്ലേ, അപ്പോൾ കണക്ഷൻ ഇഷ്യൂസ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ വാട്സപ്പിൽ അയക്കേണ്ട ടൈം കഴിഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഗോൾഡാണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. പെട്ടെന്ന് വിളിക്കുക, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക 2-3 തവണ. ഇല്ലെങ്കിൽ ചിലപ്പോൾ കോള് കണക്റ്റായി എന്ന് വരില്ല. എന്തായാലും നമുക്കൊരു വാട്സപ്പിലെ ഒരു നമ്പർ ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, നമ്പർ എന്ന് മാത്രമല്ല വിന്നറും കൂടെയാണ്. ഓക്കെ, നമ്പർ ഏതാണ്, പേരേതാണ്? മിനിയാണ്. വൈക്കത്ത് നിന്ന് മിനി അയച്ചിട്ടുണ്ട്. മിനി പറഞ്ഞ നമ്പർ 61 ആണ്. നമുക്ക് തുറന്നു നോക്കാം. 61-ൽ ഗോൾഡ് ഉണ്ടോ, കറക്റ്റ് ആണോ, വിന്നർ ആയോ എന്നൊക്കെ നമുക്ക് നോക്കാം. 61 ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് മിനി ചേച്ചി. എന്തായാലും വാട്സപ്പിലൂടെയാണ് വിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീകണ്ഠ ചേട്ടൻ 26 പറഞ്ഞ് വിൻ ചെയ്തു. മിനി ചേച്ചിയും വിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും 2 വിന്നേഴ്സിന് നമുക്ക് കിട്ടി. അതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, സ്വർണം സമ്മാനമായിരുന്നല്ലേ നമ്മുടെ. ഇപ്പോൾ സ്വർണ്ണം ഇന്ന് സമ്മാനമായിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്വർണ്ണം വാങ്ങിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്വർണ്ണമഹലിലെ ഓഫേഴ്സ് പറഞ്ഞു തരാം. സ്വർണ്ണമഹലിൽ ഇപ്പം നടക്കുന്ന, അതായത് ഇപ്പോൾ നിങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ നിങ്ങൾക്ക് 50% പണിക്കൂലിയിൽ ഇളവുണ്ടാവും. ഡയമണ്ട് ക്യാരറ്റിന് 12,000 റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട്. അതുപോലെ തന്നെ വെഡ്ഡിങ് ആഭരണമാണ് എന്നുണ്ടെങ്കിൽ 2.5% മുതൽ നിങ്ങൾക്ക് പണിക്കൂലി സ്റ്റാർട്ട് ചെയ്യും. അതൊക്കെ വളരെ കുറവാണ്. 2.5% എന്ന് പറയുന്നത് അടിപൊളിയില്ല, അതൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അതുപോലെ പ്ലാറ്റിനത്തിന് 10% ഓഫറുണ്ട്. ഇങ്ങനെ പണിക്കൂലിയിലാണ് കേട്ടോ ഇളവുള്ളത്. 10% ഓഫറുള്ളത്. വെഡ്ഡിങ് ആഭരണം നേരത്തെ പറഞ്ഞ പോലെ 2.5% മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ആഭരണങ്ങൾക്കും 50% പണിക്കൂലിയിൽ ഇളവുണ്ട്. അങ്ങനെ കുറേ ഓഫേഴ്സ് നടക്കുന്നു. ഇതൊന്നും മിസ് ചെയ്യരുത്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ ഇനി വിളിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ട് അന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓണക്കാലം അടിച്ചു പൊളിക്കുക. ഇന്നത്തേക്ക് ഞാൻ പോവാണ്. നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ. ദിസ് ഇസ് ശിൽപ സൈനിങ് ഓഫ്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.